മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ വീണ്ടും വിജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ മണ്ണാർക്കാട് നിന്ന് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ നാട്ടിൽ. നാലാമതും മണ്ണാർക്കാട് നിന്നും ജനവിധി തേടിയ ഷംസുദ്ദീൻ നിയമസഭയിലും പുറത്തും ലീഗിന്റെ കരുത്തുറ്റ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അനുകൂലമായാൽ എൻ ഷംസുദ്ദീന് മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നുണ്ടെന്ന് മണ്ണാർക്കാട്ടുകാർ. 16ാം നിയമസഭയിലേക്കുള്ള ശുഭപ്രതീക്ഷയിലാണ് UDF. ആ പ്രതീക്ഷയുടെ അത്ര തന്നെ വീര്യമുള്ളതാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ എൻ ഷംസുദ്ദീന്റെ വിജയപ്രതീക്ഷയും. സംസ്ഥാനത്തും മണ്ണാർക്കാടും UDFന് വിജയമുണ്ടായാൽ തങ്ങളുടെ മണ്ഡലത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമെന്ന ചർച്ചയാണിപ്പോൾ നാട്ടിൽ സജീവം. അങ്ങനെ സംഭവിച്ചാൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആദ്യ മുസ്ലിം ലീഗ് മന്ത്രി എന്ന പേരും ഷംസുദ്ദീന് സ്വന്തമാകും. കഴിഞ്ഞ 15 വർഷവും നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഹാജരുള്ള MLA-മാരിൽ ഒരാളാണ് എൻ ഷംസുദ്ദീൻ. മലയോര മേഖലകളിലെ മനുഷ്യ വന്യജീവി സംഘർഷം, കണ്ണംകുണ്ടിൽ പാലം തുടങ്ങിയ വിഷയങ്ങൾ ഓരോ നിയമസഭാ സമ്മേളനങ്ങളിലും മണ്ണാർക്കാട്ടുകാർക്കായി അദ്ദേഹം ഉയർത്തി. എനിക്ക് 5 കോടിയിൽ ഞാനൊരു പാലത്തിന്റെ പേരാണ് കണ്ണംകുണ്ട് പാലാണ് കൊടുത്തത്. ഇത് 2022-23 1 കോടി അതിന് നീക്കിയിരിപ്പുണ്ട്. ഈ പ്രാവശ്യവും ഉണ്ട്. ഇപ്പൊ 2 കോടിയായി. പക്ഷെ ഇതുവരെ അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റ് അതിന് AS കൊടുത്തിട്ടില്ല. കാരണം അതിന് മൊത്തത്തിൽ ആ പാലത്തിന് 11 കോടി വേണമെന്നുള്ളതാണ്. ഇതൊരു മലയോര മേഖലയാണ്. മലവെള്ളപ്പാച്ചിലിന്റെ സമയത്തൊക്കെ അവിടെയുള്ള കോസ്വേ നിറഞ്ഞു കവിഞ്ഞ് ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അതിന് ഈ 2 തവണയായി ഇപ്പൊ 2 കോടി വെച്ചല്ലോ. ഇത്തവണ അതിന് AS കിട്ടണം. മറുപടിയിൽ അത് പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പൊ എടത്തനാട്ടുകരയിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ രാവിലെ പണിക്ക് പോയിട്ട് അതേപോലെ തിരിച്ചു വന്നു. കാരണം എന്താ? അവിടെ ഒരു പുലിയുടെ സാന്നിധ്യം. ഇതിനു മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ ഒരു കടുവ റബ്ബർ തോട്ടത്തിൽ വെച്ച് കടുവ ചാടി ഈ തൊഴിലാളിയെ കടിച്ചു. പക്ഷെ അവൻ കുടഞ്ഞിട്ട് ഓടിയിട്ട് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടു. വല്ലാത്തൊരു അത്ഭുതകരമായൊരു രക്ഷപ്പെടലാണ്. അപ്പൊ റബ്ബർ തോട്ടങ്ങളിൽ ഇതുപോലുള്ള വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടുള്ള കൃഷിനാശം, അതുപോലെ തന്നെ ഇതുപോലുള്ള അപകടകരമായ ജീവിത സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കാൻ സാധിക്കണം. എൻ ഷംസുദ്ദീൻ മന്ത്രിയായി കാണണമെന്ന ആഗ്രഹം MP-മാരായ VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും തുറന്നു പറഞ്ഞിരുന്നു. താങ്കൾ ചോദിച്ചതും ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ പേരും കൂടെ എഴുതി ചേർത്താൽ ഒരു തെറ്റുമില്ല. കാരണം 4ാമത്തെ തവണയാണ്. അതൊക്കെ പാർട്ടി തീരുമാനങ്ങൾ വരേണ്ടതാണ്. എന്താണെങ്കിലും അടുത്ത UDF ഗവൺമെൻറ്റാണ് ഇവിടെ വരാൻ പോകുന്നത്. വെറും ഒരു MLA മാത്രമായിട്ട് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ആയിരിക്കില്ല. ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നേതാവായിരിക്കും. അതിൻ്റെ പദവികളൊക്കെ പാർട്ടി മുന്നണിയും തീരുമാനിക്കട്ടെ. 3 തവണ മണ്ണാർക്കാടിനെ പ്രതികരിച്ച് ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മാതൃകാ രീതിയിൽ പ്രവർത്തിച്ചതിന് ശേഷം ഇവിടെ SLC +2 പിന്നെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ ഒരു സ്വീകരണ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വെച്ച് ഞാൻ പറഞ്ഞതാണ്, ഇതുപോലുള്ള ജനപ്രതിനിധികളാണ് കേരളത്തിന് ആവശ്യം. ഭാവിയിൽ മന്ത്രിയാവാനുള്ള യോഗ്യതയുണ്ട്. അദ്ദേഹം ഒരു മന്ത്രിയായി കാണുന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു. ഇപ്പോൾ പറയുന്നത് മന്ത്രിയെ തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, UDF ആണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ആ അഭിപ്രായത്തിൽ മാറ്റമില്ല. അതൊക്കെ പരിഗണിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ IUML-ന്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിലും അത് തീരുമാനിക്കേണ്ട ആരാ? കോൺഗ്രസിൻ്റെ നേതൃത്വം ഹൈക്കമാൻഡാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നല്ല ജനപ്രതിയാണ്, മന്ത്രിയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കും. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന് കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എൻ ഷംസുദ്ദീന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് എൻ ഷംസുദ്ദീൻ. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി എന്നിങ്ങനെ മുൻനിരയിലുള്ള പേരുകളിൽ എത്തിപ്പെടാനും എൻ ഷംസുദ്ദീന് സാധിച്ചിട്ടുണ്ട്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.